ഇന്നെന്താണെന്നല്ലേ കയ്പ്പക്ക അല്ലെങ്കിൽ നമ്മൾ പാവയ്ക്ക അതിനെ കൊണ്ടൊരു കറിയാക്കാം. അപ്പം പാനടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് വെള്ളി ഉള്ളി ഇട്ട് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും തക്കാളിയും കുഴിച്ച് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ പാവയ്ക്കയില്ലേ ശരിക്കും കയ്പ്പല്ലേ? എല്ലാവർക്കും തിന്നാൻ മടിയായിരിക്കും. അപ്പം ഞങ്ങളെ വീട്ടിലുള്ളവർക്കും തിന്നാൻ മടിയായതുകൊണ്ട് ആൻറ്റി എവിടുന്നോ കണ്ടുപിടിച്ചൊരു കറിയാണ്. പക്ഷെ സംഭവം അടിപൊളിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കുക. അപ്പോൾ ഈ കറി ഉണ്ടാക്കിയപ്പോൾ ഞാൻ ആൻറ്റിനോട് ചോദിച്ചു, ആൻറ്റി നല്ല ഐഡിയ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, നമുക്കിതൊന്ന് വീഡിയോ ഇട്ടാലോ? പുള്ളിക്കാരി സമ്മതിച്ചു. അങ്ങനെ എടുത്തത് ഈ വീഡിയോ. എന്തായാലും കൊള്ളാം. ഇപ്പം മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നന്നായി ഇളക്കിയിട്ട് എല്ലാം വഴറ്റി വെക്കണം. അപ്പം നമ്മൾ ഈ പാവയ്ക്കയില്ലേ എല്ലാവർക്കും തിന്നാൻ മടിയായതുകൊണ്ട് അതിനെ നല്ലോണം ഉപ്പ് വരക്കി റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കയ്പ്പെല്ലാം നല്ലവണ്ണം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം ഇതിനകത്തോട്ട് ചേർക്കാൻ. എന്നിട്ടേ 5 മിനിറ്റ് ഇതിനെ അങ്ങ് വാട്ടിയെടുക്കണം. വാട്ടിയെടുത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പുളിയില്ലേ ആ പുളി പിഴിഞ്ഞ് വെച്ചിട്ട് ഇതിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ എത്ര അളവ് വേണമെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. ആൻറ്റി പറഞ്ഞത് പാവയ്ക്കയിൽ ഇത് നോക്കി നമുക്ക് അങ്ങനെ ഇതിങ്ങനെ ഇത്രയായിരുന്നു. അതിനകത്തൊട്ട് അരക്കഷ്ണം വെള്ളം പിന്നെ ഒരു കുഞ്ഞു കഷ്ണം കായം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതധികം വെള്ളമൊന്നും വരരുത്. ഒരു കുഴമ്പ് രൂപത്തിലൊരു ഗ്രേവി പരിഭാവം വേണം ഈ കറി ഓഫ് ചെയ്ത് വെക്കാൻ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഈ പരിഭാവം ഓഫാക്കി അതിനകത്തോട്ടെ കടുകും വറ്റൽമുളകും കുറച്ച് കറിവേപ്പില കുട്ടന്മാരെയും കൂടി ഇട്ട് വറുത്തിടണം, അല്ലെങ്കിൽ താളിച്ചിടണം. എന്നിട്ടേ ഒന്ന് കൂട്ടി നോക്കണം. കറി എന്തായാലും അടിപൊളിയാണ്. ഇപ്പം വീട്ടിലെ മടിയന്മാരെല്ലാം പാവയ്ക്കയും കൂട്ടും.